ത്രിപുരയിൽ NIA മിന്നൽ റെയ്ഡ്. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കന്നുകാലിക്കടത്ത് ഉൾപ്പെടെയുള്ള സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് NIA നിർണായകമായ പരിശോധന. 4 വാഹനങ്ങൾ പിടിച്ചെടുത്തു. മുഖ്യപ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചാൽ ചേർന്നുണ്ട്. ദിലീപ്, നിർണായകമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രജിത്ത്, ഇന്ന് പുലർച്ചെയോടാണ് ത്രിപുരയിലെ പ്രധാനപ്പെട്ട 5 ഇടങ്ങളിൽ NIA അന്വേഷണം, അതായത് മിന്നൽ പരിശോധന നടത്തിയത്. പ്രത്യേകിച്ച് അവിടുത്തെ, അതായത് ത്രിപുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സുകാരനാണ് റാഖേൽ ദേബ്നാഥ്. അദ്ദേഹത്തിനെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് NIA സംഘം ഏകദേശം 6 മണിയോടെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ 4 വസതിയിൽ മിന്നൽ പരിശോധന നടത്തിയത്. ഈ മിന്നൽ പരിശോധനയിൽ നിന്നാണ് ഒട്ടനവധി തെളിവുകൾ ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് മനുഷ്യക്കടത്ത്, അതേസമയം ലഹരിമരുന്ന് കടത്ത്, അതോടൊപ്പം തന്നെ കന്നുകാലി അനധികൃതമായിട്ട് കയറ്റുമതി ചെയ്യുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിലവിൽ എന്തായാലും അദ്ദേഹത്തെ ഈ മുഖ്യപ്രതിയായ റാഖേൽ ദേബ്നാഥിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു 10 ഇടങ്ങളിൽ നടത്തിയ ഈ മിന്നൽ പരിശോധന തന്നെ വ്യക്തമായ തെളിവുകളും അതോടൊപ്പം തന്നെ രേഖകളും ഡിജിറ്റൽ രേഖകളും അടക്കമുള്ള ലഭിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും അതോടൊപ്പം തന്നെ തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ത്രിപുരയിലും അതോടൊപ്പം തന്നെ അനുബന്ധ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഒട്ടനവധി ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇനി അവരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കാനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. പ്രജിത്ത്, ശരി, ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.